വ്യക്തമായ മേൽക്കൈ ഇലക്ഷന് മുന്നേ തന്നെ DMK-ക്ക് ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. വരുന്ന കണക്കുകൾ പ്രകാരമൊക്കെ ആണെങ്കിൽ ഒരു 20% വോട്ടൊക്കെ വിജയുടെ പാർട്ടി പല സ്ഥലങ്ങളിലും പിടിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പക്ഷേ BJP-ക്ക് ഏതെങ്കിലും തരത്തിൽ വളരാനുള്ളൊരു മണ്ണല്ല ഈ ദ്രാവിഡ മണ്ണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുന്ന ഒരു ഇലക്ഷൻ കൂടിയാണിത്. DMK ഇത്തവണ കുറച്ചും കൂടി നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമാണ് ഈ ഇലക്ഷൻ പാറ്റേണിൽ കാണുന്നത്. തീർച്ചയായും പശ്ചിമ ബംഗാളിൽ ഈ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് കണ്ടിരിക്കുന്നത്. നമസ്കാരം. നമ്മുടെ തൊട്ടയൽവക്കമായ തമിഴ്നാട്ടിലും വോട്ടെടുപ്പ് നടക്കുകയാണ്. കനത്ത പോളിംഗാണ് അവിടെ രേഖപ്പെടുത്തുന്നത്. പോളിംഗ് ദിനം വൈകിട്ട് 5 മണി വരെയുള്ള കണക്കിൽ 82% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ പോലെ തന്നെ മുന്നണികൾ മാറി മാറി വരുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് തമിഴ്നാട്ടിലും. ഇപ്രാവശ്യം ഇവിടുത്തെ പോലെ തന്നെ ഭരണ തുടർച്ചയാണ് അവിടെ സ്റ്റാലിനും നോക്കുന്നത്. മോദി അവിടെ വന്നുള്ള ഫാൻസി ഡ്രസ് പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. BJP-ക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട് ഇപ്രാവശ്യം. എങ്ങനെ നോക്കി കാണുന്നു ഈ കനത്ത പോളിംഗ്? അതിന് പല കാരണങ്ങളുണ്ടാവാം, എങ്കിലും ഇത് ആർക്ക് അനുകൂലമായിരിക്കും? അല്ലെ, കനത്ത പോളിംഗ് എന്ന് പറയാൻ നമുക്ക് ഇപ്പോഴും അങ്ങനെ വലിയ കനത്ത പോളിംഗ് എന്ന് പറയാൻ പറ്റില്ല. കാരണം SIR നടപ്പിലാക്കിയതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പം അവിടെ തീർച്ചയായും നല്ല വോട്ടിംഗ് പാറ്റേൺ ആണ് കാണുന്നത്. പക്ഷേ എങ്കിൽ ഇപ്പോൾ കനത്ത പോളിംഗ് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം ബംഗാളിൽ കനത്ത പോളിംഗ് ആണ്. കാരണം 90%-ലേറെ പോളിംഗ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോൾ അത് 92-93% ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിപ്പം തമിഴ്നാട്ടിലേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിൽ അവിടെ വലിയ ഒരു രാഷ്ട്രീയ അട്ടിമറിക്കുള്ളൊരു സാഹചര്യം ഇല്ല എന്ന് നമ്മൾ കാണണം. അപ്പോൾ അവിടെ വിജയിൻ്റെ TVK ഒരു ഭാഗത്ത്, മറുഭാഗത്ത് AIADMK BJP സഖ്യം, മറുഭാഗത്ത് ഇടത് ശക്തികളും ഒപ്പം DMK-യും ചേർന്നുള്ള ഒരു മുന്നണി. വ്യക്തമായ മേൽക്കൈ ഇലക്ഷന് മുന്നേ തന്നെ DMK-ക്ക് ഉണ്ട് എന്നുള്ളത് വളരെ സത്യമാണ്. പക്ഷേ ഇതിലാകെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പം TVK എന്ന് പറഞ്ഞാൽ വിജയിയുടെ പാർട്ടിയാണ്. വിജയിയുടെ പാർട്ടി എത്രത്തോളം വോട്ട് അവിടെ പിടിക്കും എന്നുള്ളതാണ്. ഇപ്പം വരുന്ന കണക്കുകൾ പ്രകാരമൊക്കെ ആണെങ്കിൽ ഒരു 20% വോട്ടൊക്കെ വിജയിയുടെ പാർട്ടി പല സ്ഥലങ്ങളിലും പിടിച്ചേക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില അട്ടിമറി സാധ്യതകളൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. അതേസമയം ശതമാനം കൂടിക്കഴിഞ്ഞാൽ നേരത്തെ ഭരിക്കുന്ന പാർട്ടിക്കെതിരായിരിക്കും എന്നുള്ളൊരു സാധാരണ ഒരു കണക്കുണ്ട്. പക്ഷേ ഈ SIR നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഈ ശതമാന കണക്കൊക്കെ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും തമിഴ്നാട്ടിൽ വലിയ ഭൂചലനങ്ങളൊന്നും സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം വിജയ്ക്ക് വിജയിച്ച് വരാൻ പറ്റുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ TVK-ക്ക് അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ TVK രൂപീകരിച്ചിട്ട് 2 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അടിത്തട്ടിൽ നിന്നും ഒരു പാർട്ടി സംവിധാനം ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണ്. മാത്രമല്ല അതൊരു ഫാൻസ് അസോസിയേഷനിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടില്ല എന്ന് കൂടി നമ്മളിൽ കാണേണ്ടതുണ്ട്. അത് ഈ റാലികളിലൊക്കെ കാണുന്ന വലിയ ജനാവലി വോട്ടാവുന്നില്ല എന്നുള്ളതൊരു ലോജിക്കാണ്. ഒരിക്കലും ജനക്കൂട്ടം ഒരിക്കലും വോട്ടായി മാറില്ല എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം വിജയ് എന്ന് പറയുന്നത് സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ സൂപ്പർ ഹീറോ ആണ്. അദ്ദേഹത്തെ നേരിൽ കാണാൻ വേണ്ടി കിട്ടുന്ന അവസരങ്ങൾ അവർ ഉപയോഗിക്കും. പക്ഷേ തീർച്ചയായും കുട്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതൽ തള്ളിക്കയറുന്നത്. നമുക്കറിയാം, ഈ അവിടെ കരൂരിലൊക്കെ ദുരന്തം ഉണ്ടായ ആളുകളുടെ തള്ളിക്കയറ്റം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഫാൻസ് ഇതാണ്. അത് പയ്യെ കുറഞ്ഞു വരും. സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയും രാഷ്ട്രീയത്തിൽ സജീവമാവുകയും ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞു അടുത്തൊരു ഇലക്ഷനിലേക്ക് മാത്രമാണ് അദ്ദേഹം നിലനിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലേക്ക് രൂപമാറ്റം സംഭവിക്കുള്ളൂ എന്ന് നമുക്കറിയാം. പക്ഷേ ഇത് നമ്മൾ കാണേണ്ടത് AIADMK-യും അതുപോലെ തന്നെ BJP-യും തമ്മിലുണ്ടാക്കിയൊരു സഖ്യമുണ്ട്. BJP ഏത് വിധേനയും തമിഴ്നാട്ടിൽ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ AIADMK-യുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഒരിക്കൽ പോലും വലിയ മേൽവിലാസം ഉണ്ടാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണല്ലോ തമിഴ്നാട്. തമിഴ്നാട് എന്ന് പറയുന്നത് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ദ്രാവിഡ രാഷ്ട്രീയം ഏറ്റവും കൂടെ ശക്തി പ്രാപിച്ചിരിക്കുന്ന ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ അവിടെ ദ്രാവിഡ പാർട്ടികൾ തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. അപ്പം വിജയുടെയും പാർട്ടി ദ്രാവിഡ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. AIADMK-യും ദ്രാവിഡ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ AIADMK-ക്ക് മറ്റ് രാഷ്ട്രീയ ചേരുവകളൊന്നും ഇനി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ മോദിയുടെ അടുത്തേക്ക് വീണ്ടും പോവുകയും അവർ ഇടക്കാലത്ത് രാഷ്ട്രീയം ഒന്ന് മാറ്റിച്ചവിട്ടാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അവർ BJP-ആയിട്ടുള്ള ബന്ധമൊക്കെ വിച്ഛേദിച്ചിരുന്നു. പക്ഷേ അണ്ണാമലയുടെ കാലത്ത് പിന്നീട് അണ്ണാമല BJP-യിൽ നിന്ന് അകലുകയും
അദ്ദേഹം സ്വതന്ത്ര നിലപാടൊക്കെ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീണ്ടും പോയി AIADMK നേതാക്കന്മാർ BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ BJPക്ക് ഏതെങ്കിലും തരത്തിൽ വളരാനുള്ളൊരു മണ്ണല്ല ഈ ദ്രാവിഡ മണ്ണ് എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയുന്ന ഒരു ഇലക്ഷൻ കൂടിയാണിത്. ഈ നമ്മൾ ഇപ്പം പ്രവചനമല്ലെങ്കിൽ പോലും മെയ് 4-ാം തീയതി വോട്ടെണ്ണുമ്പോൾ നമുക്കത് മനസ്സിലാവും BJPക്ക് അവിടെ വലിയ ഗ്രിപ്പുകളൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത്. ഈ ദ്രാവിഡ അസ്തിത്വം വിട്ടൊരു കളിക്ക് തമിഴ് ജനത ഒരിക്കലും നിൽക്കില്ല. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം എന്നുള്ളത് തമിഴ്നാട്ടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും വലിയ വിയോജിപ്പിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നേരത്തെ വലിയ രീതിയിലുള്ള ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു. ട്രെയിനൊക്കെ പോയി അവിടെ നിർത്തുന്ന സമയത്ത് ട്രെയിനിന് മുകളിലുള്ള ഹിന്ദി അക്ഷരമാലകളുടെ മുകളിലൊക്കെ ടാറൊക്കെ ഒഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്, കരിയോലൊക്കെ ഒഴിക്കുന്ന ഒരു സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത്രയും വലിയ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭങ്ങൾ. അപ്പം പല സാഹചര്യങ്ങളെയും അവർ തമിഴ്നാട് വളരെ ഭയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇപ്പം നമ്മൾ മണ്ഡല പുനർനിർണയത്തെ കുറിച്ച് നീക്കം നടക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ വലിയ ശക്തമായ പ്രതിഷേധമൊക്കെ ഉണ്ടായി. തമിഴ്നാട്ടിനും അതുപോലെ തന്നെ കേരളത്തിനും കർണാടകത്തിനും ആന്ധ്രയ്ക്കൊക്കെ വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാവും എന്ന് എല്ലാവർക്കും അറിയാതിരുന്നിട്ട് പോലും ഈ സ്റ്റേറ്റിലൊക്കെ എന്തെങ്കിലും പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട് പ്രക്ഷോഭം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവിടെ കടുത്ത പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇതൊക്കെ കാണിക്കുന്നത് എന്ന് പറയുന്നത് ദ്രാവിഡ രാഷ്ട്രീയം കുറച്ചും കൂടി ശക്തമാണ് എന്നും BJPക്ക് യഥാർത്ഥത്തിൽ അവിടെ വലിയ തോതിൽ ഇരച്ചു കയറാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇനി ഇവിടെ ആകെ ഭയക്കേണ്ടത്, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ പാർട്ടി DMK ഭയക്കേണ്ടത് TVK ആണോ അല്ലെങ്കിൽ AIADMK വീണ്ടും ശക്തിപ്പെടുവോ എന്ന് മാത്രം പരീക്ഷിക്കപ്പെടുന്ന ഒരു ഇലക്ഷൻ കൂടിയാണിത്. അതുകൊണ്ട് ഈ ഇലക്ഷനിൽ ഒരുപക്ഷെ വിജയ് ഒരു 20% വോട്ടൊക്കെ പിടിച്ചാൽ തീർച്ചയായും 5 വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് TVK അദ്ദേഹത്തിൻ്റെ സംഘടനാ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്തിയാൽ അവിടെ വലിയ ശക്തിയായി തന്നെ TVK മാറും. ഒരുപക്ഷെ DMKയുടെ ഒരു ടേം ഭരണം കൂടി കഴിയുമ്പോഴേക്ക് DMKയിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ പോലും പറ്റുന്ന രീതിയിലേക്ക് ചിലപ്പോൾ ഈ TVK മാറിയേക്കാം. അതുപോലെ തന്നെ AIADMKക്ക് അവർ പ്രതീക്ഷിക്കുന്ന സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ AIADMKക്ക് നമുക്കറിയാം അങ്ങനെ ഒരു സ്റ്റാർ ഒരു നേതാവില്ല എന്നുള്ളതാണ്. ഇപ്പം ക്യാപ്റ്റൻ ലെവലിലേക്ക് ഒരാളില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. മുൻ മുഖ്യമന്ത്രിയും ഒക്കെയായ എടപ്പാളി പളനിസ്വാമി അവരുടെ നേതാവായി നിൽക്കുമ്പോഴും എടപ്പാളി പളനിസ്വാമിക്ക് തമിഴരിലേക്ക് അത്രയേറെ പേരുകളില്ല. അപ്പോൾ എടപ്പാളി പളനിസ്വാമി മുഖ്യമന്ത്രിയൊക്കെയായി വരുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ജയലളിതയുടെ അഭാവത്തിലാണ് ഈ അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അതല്ലാതെ അദ്ദേഹത്തിന് അവിടെ വലിയ ജനസ്വീകാര്യത ഉണ്ടായിരുന്ന നേതാവല്ല. പനീർശെൽവത്തിനും അത്രയും വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന ആളല്ല. പിന്നീട് പനീർശെൽവമായിട്ട് അദ്ദേഹം പിണങ്ങുകയും പനീർശെൽവം പിന്നീട് DMKയിൽ എത്തുകയും ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അതുകൊണ്ട് തന്നെ DMK ഇത്തവണ കുറച്ചും കൂടി നില മെച്ചപ്പെടുത്താനുള്ള സാഹചര്യമാണ് ഈ ഇലക്ഷൻ പാറ്റേണിൽ കാണുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റിലേക്ക് DMK വരാനുള്ള സാഹചര്യമാണ് ഈ ഒരു ഇത് കാണുന്നത്. കൃത്യമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു എത്ര ആളുകൾ വോട്ട് ചെയ്തു എന്നുള്ളത് കൂടി നമ്മൾ എത്ര ശതമാനം നോക്കിയിട്ട് കാര്യമില്ല. കാരണം SIR നടപ്പിലാക്കിയതിന് ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇല്ലാതായിട്ടുണ്ട്, കുറേ വോട്ടർമാർ ഇല്ലാതായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ശതമാനക്കണക്ക് വെച്ച് മാത്രം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ സംഭവവികാസങ്ങളൊക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് തീർച്ചയായും DMKക്ക് ഒരു ഭരണ തുടർച്ച തന്നെ ഉണ്ടാവും എന്നാണ് ഈ ഇത് കാണേണ്ടത്. നമ്മൾ പശ്ചിമ ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ പക്ഷേ കുറച്ചും കൂടി സ്ഥിതി ഭയാനകമാണ്. കാരണം 90% വോട്ടൊക്കെ രേഖപ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ SIR നടപ്പിലാക്കിയപ്പോൾ 91 ലക്ഷക്കണക്കിന് വോട്ടർമാർ ലിസ്റ്റിൽ നിന്നും നീക്കപ്പെട്ട ഒരു സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ SIR നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഇല്ലാതായ സ്ഥലം കൂടിയാണ് ഈ പശ്ചിമ ബംഗാൾ. SIR കൊണ്ടുവന്നതന്നെ ബംഗാൾ ഇലക്ഷൻ മുന്നിൽ നിർത്തിയാണ് എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വരെ മമതാ ബാനർജി കോട്ടുമിട്ട് വാദിക്കാൻ വേണ്ടി പോയ ചിത്രമൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും കൂടുതൽ SIRനെ ഭയന്നിരുന്നതും മമതാ ബാനർജിയാണ്. കാരണം മമതാ ബാനർജിയുടെ കയ്യിൽ നിന്നും ബംഗാൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും അവസാനത്തെ ശ്രമമാണ് BJP SIRോട് നടപ്പിലാക്കിയത്. അതുകൊണ്ട് BJPക്ക് അനുകൂലമാണോ ഈ ഇലക്ഷനിലുള്ള ഈ ഇത്രയും വലിയ വോട്ടിംഗ് ശതമാനം എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവണമെന്നില്ല. അതിൽ രണ്ട് കാരണങ്ങളുണ്ട്. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള ഭയം ഈ SIR നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ തീർച്ചയായും വോട്ട് ചെയ്തിരിക്കണമെന്നും വോട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത തവണ പൗരത്വം പോലും നഷ്ടപ്പെടും എന്നുള്ള രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ ഈ ബംഗാളിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും
നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ബംഗാളി തൊഴിലാളികളും നേരത്തെ തന്നെ പശ്ചിമ ബംഗാളിലേക്ക് പോയി കഴിഞ്ഞു. ഈ ഇന്ന് നടന്ന വോട്ടെടുപ്പ് ഒരു പാർട്ടാണ്. ഇനി സെക്കൻഡ് ആയിട്ട് രണ്ടാം ഘട്ടം എന്നുള്ള 29-ാം തീയതി രണ്ടാം ഘട്ടം കൂടിയുണ്ട്. രണ്ടാം ഘട്ടത്തിന്റെ ശതമാനം കൂടി കണക്കെടുത്താൽ മാത്രമേ നമുക്ക് അവിടെ എന്താണ് രാഷ്ട്രീയം, ഏത് തരത്തിലാണ് രാഷ്ട്രീയ കാറ്റെന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാവുള്ളൂ. പക്ഷേ എങ്കിൽ പോലും മമതാ ബാനർജിക്ക് വലിയ തട്ടുകേട് സംഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മൾ ഈ ഇതൊക്കെ വെച്ച് നോക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ മമതാ ബാനർജിക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. BJPയുടെ ഈ അവസാനത്തെ ആയുധം പോലും ചിലപ്പോൾ അവിടെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ റിപ്പോർട്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ CPM-ന് കുറച്ചും കൂടി നേട്ടം ഉണ്ടാകും എന്ന് പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പശ്ചിമ ബംഗാൾ എന്താണെന്ന് അറിയണം, അവിടെ പോയി നോക്കണം എന്നൊക്കെ. ഞാൻ പശ്ചിമ ബംഗാളിൽ പോയി കഴിഞ്ഞിട്ട് ആകെ 4 മാസമേ ആയിട്ടുള്ളൂ. ഈ 4 മാസത്തിനിടയിൽ അവിടെ വലിയ രാഷ്ട്രീയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അവിടെ മിക്ക സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അധികാരിയായി പറയുന്നത് അവിടെ ഇത്തവണ ഇടതുപക്ഷത്തിന് ചില തലങ്ങളിൽ കുറച്ച് വോട്ട് കിട്ടും, കുറച്ചുകൂടി മുന്നേറ്റം ഉണ്ടാക്കാൻ അവിടെ സാധിക്കുന്നു. അല്ലാതെ അവിടെ CPM ഭരണത്തിലേക്ക് വരും എന്നുള്ള രീതിയിലൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. അങ്ങനെ സംസാരിക്കാനുള്ള രാഷ്ട്രീയ മൂടത്തൊന്നും എനിക്കില്ല എന്നുള്ളതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോവാണ്. അപ്പം തീർച്ചയായും പശ്ചിമ ബംഗാളിൽ ഈ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് കണ്ടിരിക്കുന്നത്. OICയുടെ സാന്നിധ്യം മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. OIC എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു വലിയ അപകടകാരിയായ ഒരു സംവിധാനമാണ് നമ്മൾ പറയണം. കാരണം ഈ മുസ്ലിം വോട്ട് പല സ്ഥലങ്ങളിലും ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് OICയുടെ തന്ത്രം തന്നെ. അതിനു വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു BJPയുടെ B ടീമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടാണ് OICയെ എല്ലാവരും കാണുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ അങ്ങനെ സംഭവിച്ചാൽ വോട്ട് പോകുന്നത് മമതയുടെ ആയിരിക്കും. അതെ, തീർച്ചയായും മമതയുടെ വോട്ട്, മുസ്ലിം വോട്ടിൽ എന്തെങ്കിലും തരത്തിൽ സ്പ്ലിറ്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് മമതയ്ക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും. ഏറ്റവും അവസാനമായിട്ടുള്ള ചില അഭ്യാസങ്ങളിൽ ഒന്നാണ് BJPക്ക് അവിടെ ഭരണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിൽ പോലും BJP പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ വിജയം അവിടെ ഉണ്ടാവില്ല. ചിലപ്പോൾ വോട്ടിംഗ് ശതമാനം കൂടുമായിരിക്കും, കുറച്ചും കൂടി സീറ്റുകളുടെ എണ്ണം കൂടുമായിരിക്കും. പക്ഷേ ഒരിക്കൽ പോലും BJPക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിൽ പശ്ചിമ ബംഗാളിൽ ഭരണം പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്.